സനാതനധർമ്മത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളും പുരാണങ്ങളുമുണ്ട്. ഈ പുരാണങ്ങളിലെല്ലാം ദേവീദേവന്മാരുടെ മഹത്വം പറയുകയും ആത്മീയ പാത പിന്തുടരാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു മഹാപുരാണമാണ് ഗരുഡപുരാണം. 8000ഓളം ഗ്രന്ഥങ്ങൾ ഉൾക്കൊണ്ട മഹാപുരാണമായ ഗരുഡപുരാണം മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചതായി കരുതപ്പെടുന്നു. ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്തുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡപുരാണം. മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഗരുഡപുരാണത്തിൽ ഉത്തരമുണ്ട്. അവസാന നിമിഷത്തിലെ സംഭവങ്ങളും വൈകാരിക നിമിഷങ്ങളും പുരാണത്തിൽ വിവരിക്കുന്നു. മരണം സംഭവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് ഗരുഡപുരാണം പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ സമീപത്ത് നിൽക്കുന്നവരോട് ഒരു വാക്ക് പറയണമെന്ന് നാം ആഗ്രഹിക്കുമെങ്കിലും സാധിക്കില്ല. ഉടൻ തന്നെ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാശം സംഭവിക്കും. ഇങ്ങനെ ചലനശക്തി നഷ്ടപ്പെടും. ഇതേ തുടർന്ന് ഉമിനീർ തുള്ളിയായി കവിളുകളിലൂടെ ഒഴുകും. ഇങ്ങനെയാണ് മരണത്തിന്റെ ആദ്യ നിമിഷങ്ങൾ. മരണത്തിലേക്കുള്ള നിമിഷങ്ങൾ പാപം ചെയ്തവർക്ക് വിപരീതമാകുമെന്നും ഗരുഡപുരാണം ചൂണ്ടിക്കാട്ടുന്നു. 2ാം ഘട്ടത്തിലാണ് രൂപമില്ലാത്ത യമദൂതന്മാർ എത്തുന്നത്. ഇവരെ മരണശയ്യയിലുള്ള വ്യക്തിക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങളിലൂടെ യമദൂതന്മാരുടെ സാന്നിധ്യം സമീപം നിൽക്കുന്നവർക്ക് തിരിച്ചറിയാനാകുമെന്നും പുരാണത്തിൽ പറയുന്നു. ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നതാണ് യമദൂതന്മാരുടെ ആഗമനോദ്ദേശം. ഈ സമയം ആത്മാവ് വളരെ ഉച്ചത്തിൽ കരയുമെങ്കിലും യമദൂതന്മാർ ദയ കാണിക്കില്ലെന്ന് ഗരുഡപുരാണം വിവരിക്കുന്നു. യമലോകത്തേക്കുള്ള യാത്രയിലാണ് ജന്മത്തിലെ നല്ലതും മോശവുമായ പ്രവൃത്തികൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ യാത്രയിൽ യമദൂതന്മാരിൽ നിന്ന് മർദ്ദനം വരെ നേരിടേണ്ടി വരുമെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. നിലത്ത് സ്പർശിക്കാൻ സാധിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന രൂപമെന്നാണ് ആത്മാവിനെ കുറിച്ച് ഗരുഡപുരാണത്തിൽ വിവരിക്കുന്നത്. ആദ്യം ആത്മാവ് യമലോകത്തെത്തുന്നു. ഇതിനു ശേഷമായിരിക്കും യമരാജാവുമായി കണ്ടുമുട്ടുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാനുള്ള അനുമതി ലഭിക്കുന്നത്. തന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആത്മാവ് അപേക്ഷിക്കുമെങ്കിലും ഇതിന് യമദൂതന്മാർ അനുമതി നൽകില്ലെന്നും പുരാണത്തിൽ പറയുന്നു. 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഗരുഡപുരാണത്തിന്റെ പൂർവ്വഭാഗത്തിൽ ശാസ്ത്രങ്ങളെക്കുറിച്ചും ഉത്തരാർത്ഥത്തിൽ ആത്മാവിന്റെ മരണാനന്തര ജീവിതവുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 318 അധ്യായങ്ങളിലായി 11,917 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള പുരാണമാണ് ഗരുഡപുരാണം. മരണത്തെക്കുറിച്ചുള്ള വസ്തുതകളുടെ തിരിച്ചറിവ് ചൂണ്ടിക്കാട്ടുമ്പോഴും ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവമുണ്ടെന്നുകൂടി ഗരുഡപുരാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ തുറന്നു കാട്ടുമ്പോഴും മരണത്തിന്റെ രഹസ്യങ്ങളും പുനർജന്മങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി ഇതിൽ വിവരിച്ചിരിക്കുന്നു.